ഹായ്. അപ്പോൾ ഇത് നമ്മുടെ ഹാദ് ലൈസൻസിങ് പ്രൊസീജിയർ വീഡിയോൻ്റെ ആ ഒരു സീരീസിൽ മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മുടെ സ്റ്റെപ്പ് നോക്കുമ്പോൾ രണ്ടാമത്തതും, അതായത് ഡാറ്റ ഫ്ലോൻ്റെ നമ്മൾ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഇതിനകത്ത് ക്രെഡൻഷ്യൽ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഈ ക്രെഡൻഷ്യൽ ചെയ്യുമ്പോൾ തന്നെ ചെയ്യേണ്ടി വരുന്ന മറ്റൊരു സ്റ്റെപ്പാണ് ഈ തറാസുൽ എന്ന് പറയുന്നത്. അതും ഈ വീഡിയോൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ഈസി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഒറ്റ വീഡിയോ രണ്ടും ഉൾപ്പെട്ടോട്ടെന്ന് എഴുതിയിട്ടാണ് അതുകൂടെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ തറാസുൽ എനിക്ക് വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാനത് കാര്യമത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ യൂസ് ചെയ്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസ് എടുത്തിട്ട് അത് ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ വോയിസ് ഓവർ കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും, പക്ഷേ വീഡിയോൻ്റെ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കുക. പിന്നെ എല്ലാവരുടെയും ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മെയിൽ വരും. പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങൾ ഉടനെ തന്നെ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ PDF ഫോർമാറ്റിൽ അത് ഡൗൺലോഡ് ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കുക. കാര്യം അത് നിങ്ങൾക്ക് ഏകദേശം 90 ഡേയ്സ് വരെയാണ് നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അന്ന് നിങ്ങളത് ഡൗൺലോഡ് ചെയ്യാതെ പിന്നീട് എപ്പോഴും ചെയ്താൽ കരുതി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് എപ്പോഴെങ്കിലും പിൽക്കാലത്ത് ആവശ്യം വരുന്ന കാര്യത്തിൽ 100% ഒരു ഡൗട്ടും വേണ്ട. പക്ഷേ ആ സമയത്ത് നിങ്ങൾക്കത് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്താലേ അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നീട്. അപ്പോൾ ആദ്യത്തെ 90 ഡേയ്സ് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമ്പോൾ തന്നെ എല്ലാവരും ഇത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ രണ്ട് സ്റ്റെപ്പിനകത്ത് ക്രെഡൻഷ്യൽ എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. അതിനകത്ത് നമ്മുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ഹാദ് വഴി കഴിഞ്ഞിട്ടുള്ള ഹാദ് സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടുതൽ മറ്റുള്ളതൊക്കെ നമ്മൾ ടൈമിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് ഉപയോഗിച്ചിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും ഹെൽത്ത് അതോറിറ്റീൻ്റെ വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യുന്നൊരു സ്റ്റേജാണ് ഈ ക്രെഡൻഷ്യൽ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ലൈസൻസിങ് ആണ്. എക്സാം അപ്ലൈ ചെയ്യാനുള്ള എക്സാമിനേഷൻ്റെ ബുക്ക് ചെയ്യുന്ന സ്റ്റേജാണ്. അത് ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജായിട്ട് നെക്സ്റ്റ് പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ വീഡിയോ കണ്ട് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക. താങ്ക് യു സോ മച്ച്. ഓക്കെ. അപ്പോൾ നമ്മളതിന് വേണ്ടി ടാബ് ഓപ്പൺ ആക്കുക. ടാബ് ഓപ്പൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ഇൻ്റർഫേസ് വീണ്ടും ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ എക്സാം ഡേറ്റ് എടുക്കാൻ വേണ്ടി ഓപ്പൺ ആക്കിയപ്പോൾ വീണ്ടും ചേഞ്ച് ആയിട്ടുണ്ട്. എനിവേ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൻ്റെ ഡാഷ്ബോർഡിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്തിൽ നിന്ന് നമ്മൾ ഹെൽത്ത് കെയർ പ്രൊവൈഡർ എന്നുള്ള പ്രൊഫഷണൽ ലൈസൻസ് എന്നുള്ളത് ഓപ്പൺ ആക്കിയാൽ അവിടെ കാണാം ഏറ്റവും താഴത്ത് സ്റ്റാർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റാർട്ട് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളൊരു പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഇങ്ങനെയല്ല കാണുക. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയിട്ടുള്ള മെയിൽ വന്നു, സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് പോസിറ്റീവിൻ്റെ മെയിൽ വന്നു. അപ്പോൾ നമ്മൾ ഓപ്പൺ ആകുമ്പോൾ അതിങ്ങനെയാണ് കാണിക്കുക. ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് വന്നു, അത് പോസിറ്റീവ് ആണെന്നുള്ളത് വന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസാണ് ഇനി കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അറബിക്കിൽ പേര് ടൈപ്പ് ചെയ്യണം. അതിന് ഒന്നുകിൽ നിങ്ങൾക്ക് ഗൂഗിൾ ടൈപ്പിങ്ങിൻ്റെ എന്തെങ്കിലും ഒരു അറബിക് ടൈപ്പിങ്ങിന് വേണ്ടി എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്ററിലും ചെയ്യാവുന്നതാണ്. എനിക്കിതിനെ പറ്റി വല്ലാണ്ട് അറിയില്ല. ഞാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഗൂഗിളിൽ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോൾ കണ്ട ഒരു ഇതിനകത്ത് നമ്മൾ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ അറബിക് വേർഡ് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അത് ചെയ്തിട്ട് അങ്ങോട്ട് കോപ്പി ചെയ്തിട്ട് അങ്ങോട്ട് പേസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഇതിനെ പറ്റി നിങ്ങൾക്ക് ഒട്ടും അറിയാത്ത ആളാണെങ്കിൽ നിങ്ങളുടെ ആരോടെങ്കിലും അറിയുന്നവരോട് ചോദിച്ചിട്ട് കൺഫേം ചെയ്തതിന് ശേഷം അത് നിങ്ങളുടെ പേര് തന്നെ എല്ലാം അറബിക്കിൽ വന്നിട്ടുള്ളതെന്ന് നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ. അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസാണ് കൊടുക്കേണ്ടത്, പേഴ്സണൽ ഡീറ്റെയിൽസ്. അതൊക്കെ ഓൾറെഡി ഏകദേശം എല്ലാം വന്ന് കിടപ്പുണ്ടാവും. അല്ലാത്തത് മാത്രം നമ്മൾ ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്താൽ മതി. കാരണം നമ്മൾ ഡാറ്റ ഫ്ലോ ചെയ്തുകൊണ്ട് തന്നെ ഏകദേശം എല്ലാം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ എവിടെയാണ് ഉള്ളതെന്നുള്ള കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ നിന്നാണ് ഈ പരീക്ഷ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, ഈ കാൻഡിഡേറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാട്ടിലത്തെ ഇത് ചൂസ് ചെയ്തു, മാരീഡ് എന്നുള്ളത് ചൂസ് ചെയ്തു. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ പരമാവധി നമ്മുടെ UAE പാസിന് യൂസ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. കാര്യം അത് വെച്ചിട്ടാണ് നമുക്കിത് ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എഡിറ്റിങ് പരമാവധി ഒഴിവാക്കുക. അതിനകത്തുള്ളത് തന്നെ കൊടുക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. പക്ഷെ അത് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ആ നമ്പർ തന്നെ അതിനകത്ത് ഉണ്ടാവുക. ഓക്കെ. അതിനുശേഷം റിലേറ്റീവ്സിനെ നമ്മൾ ആഡ് ചെയ്യണം ഇതിനകത്ത്. നമ്മുടെ ആരുടെയെങ്കിലും റിലേറ്റീവിനെ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുക. അപ്പം ഇവിടെ ഞാനൊരു റിലേറ്റീവിനെ ആഡ് ചെയ്യുകയാണ്. അവിടെ നിന്ന് അവൈലബിൾ ആയ ഏതെങ്കിലും നമ്മൾ ആ ഒരു സ്യൂട്ടബിളായ സംഭവം ചൂസ് ചെയ്തിട്ട് എടുക്കുക.
ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അതുപോലെ പ്ലേസ് ഓഫ് ബർത്തും കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക, സേവ് കൊടുക്കുക. അത് നമ്മൾ റിലേറ്റീവിനെ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽ ഉണ്ടാവും, അതും ഒന്ന് കൺഫേം ചെയ്യുക കറക്റ്റ് തന്നെയില്ല എന്നുള്ളതൊക്കെ. പാസ്പോർട്ട് ടൈപ്പ് കറക്റ്റ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു. ഇനി നമ്മുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസൊക്കെ അതിനകത്ത് കാണിക്കും. ഓൾറെഡി നമ്മൾ ഡാറ്റ ഫ്ലോ ഇതെല്ലാം ചെയ്തതുകൊണ്ട് തന്നെ എല്ലാം കാണിക്കുന്നുണ്ടാവും. അതെല്ലാം നോക്കി വെരിഫൈ ചെയ്യുക. റോങ് ആയിട്ട് കിടക്കുന്നതുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. വേണ്ട ഇൻറ്റേൺഷിപ്പ് മാറിക്കിടക്കരുതെന്ന് ഞാൻ കറക്റ്റ് ചെയ്തു. അടുത്ത എക്സ്പീരിയൻസിൻ്റെ കോളം, അവിടെ ഇതുപോലെ തന്നെ നമ്മുടെ എന്തെങ്കിലും ലൈസൻസ് നമ്പർ വേണമായിരുന്നു അവിടെ, എക്സ്പീരിയൻസ് ലൈസൻസിൻ്റെ. ഞാൻ ജസ്റ്റ് ഒരു നമ്പർ കൊടുത്തു, അതിന് ശേഷം നെക്സ്റ്റ് കൊടുത്തു. ഇനി നമ്മൾക്ക് ഇവിടെ ഹയറിംഗ് ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഒരു പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഹയറിംഗ് ഫെസിലിറ്റി ഒന്നും ഇല്ലാണ്ട് വരുന്നവർക്കാണെങ്കിൽ നോ ചൂസ് ചെയ്യാം. ഞാൻ ഇന്ത്യക്ക് പുറത്താണെന്നുള്ളതും കൂടെ ചൂസ് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തു. ഇനി ഉള്ളത് ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. ഇതിനകത്ത് നമുക്ക് 4 ഡോക്യുമെൻ്റാണ് മെയിനായിട്ട് അറ്റാച്ച് ചെയ്യേണ്ടത്. അതിനകത്ത് 3 നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ പ്രധാനപ്പെട്ടൊരു സംഭവം ഈ ടെറാസൂൽ എന്ന് പറയുന്നതാണ്. ഈ ടെറാസൂൽ എങ്ങനെ ചെയ്യുന്നുള്ളത് ഞാനിപ്പോൾ ഇതൊന്ന് കാണിച്ചു തരാം ഇതിനകത്ത് എങ്ങനെയാണെന്നുള്ളത്. അത് ആ ലിങ്കിൽ പോയിട്ട് നമ്മൾ ചെയ്യേണ്ട രീതി അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ നമ്മുടെ CID ഫോമിൽ ഫില്ല് ചെയ്ത പോലെ തന്നെ അതിനകത്ത് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ബാർകോഡ് കൂടെ നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ചെയ്യുന്നത് വേറൊരു കമ്പ്യൂട്ടറിലാണ്. കാര്യം ഈ ഗൂഗിൾ ക്രോമിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അതിനകത്താണ് ചെയ്യുന്നത്. ഈ സ്റ്റാഫ് ഡാറ്റ ഫോം, ഈ CID ഫോം ഉണ്ടല്ലോ, അത് ഈ ഒരു ഫോം അതിൻ്റെ അകത്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അവിടെ ചെയ്തിട്ട് നമുക്കത് ഫില്ല് ചെയ്യാവുന്നതാണ്. ഓൾറെഡി നമ്മൾ ഡാറ്റ ഫ്ലോക്ക് വേണ്ടി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്തെടുത്താലും മതി. ഓക്കെ, ആദ്യം തന്നെ നിങ്ങളോട് എല്ലാവരും സോറി പറഞ്ഞിട്ട് തുടങ്ങാം. ഈ വീഡിയോ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. കാര്യം ഇത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് അതിനകത്ത് വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോ ആണ്. നമ്മൾ ഈ ടെറാസൂൽ എന്ന് പറയുന്ന ആ ഒരു രജിസ്ട്രേഷൻ, അതല്ലെങ്കിൽ ഈ ടെറാസൂൽ ബാർകോഡ് എന്ന് പറയുന്ന സംഭവം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഇതിനകത്ത് പറയണത്. ഇത് നമ്മൾ സ്റ്റാഫ് ഡാറ്റ ഫോം അല്ലെങ്കിൽ CID ഫോമൊക്കെ ഫില്ല് ചെയ്തതുപോലെ തന്നെ ചെയ്യുന്നൊരു സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഓൺലൈനായിട്ട് ഇത് എല്ലാ കാര്യങ്ങളും ഫില്ല് ചെയ്തിട്ട് ഒരു ബാർകോഡ് കിട്ടും. ആ ബാർകോഡാണ് നമ്മൾ നമ്മുടെ DOHൻ്റെ ആപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാനായിട്ട് നമുക്ക് ആകെ പറ്റുക ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറയുന്ന ബ്രൗസർ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് നമ്മൾ ഓപ്പണാക്കി ആദ്യം തന്നെ അതിൻ്റെ കോമ്പാറ്റബിലിറ്റി സെറ്റിങ്സിൽ പോയിട്ട് അതിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ആക്കിയിട്ട് കോമ്പാറ്റബിലിറ്റി വ്യൂ സെറ്റിങ്സിനോടത്തത് ഈ www.eTerasul.ai എന്നുള്ളത് ആഡ് ചെയ്തിടണം. ഓക്കെ, ആദ്യം അത് ആഡ് ചെയ്തിടാം. അതിന് ശേഷമാണ് നമ്മുടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് eTerasulൻ്റെ ലിങ്ക് ഓപ്പൺ ആക്കിയാൽ മതി. ഞാൻ ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ആക്കിയാലാണ് നമ്മുടെ നെക്സ്റ്റ് പേജിനകത്തോട്ട് വരിക. ഓക്കെ, ഇനി ഇത് തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനൊരു പേജാണ് കാണുക. മെയിൻ ഇൻഫോ എന്ന് പറയുന്ന ആ ഒരു പേജിനകത്ത് നമ്മുടെ ഫസ്റ്റ് കോളം യൂണിഫൈഡ് നമ്പറാണ്. യൂണിഫൈഡ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ UAE വിസിറ്റിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ വിസയിലാണെങ്കിൽ എങ്ങനെയാണെങ്കിലും അവരുടെ ഒക്കെ ഒരു യൂണിഫൈഡ് നമ്പർ ഉണ്ടാകും നമുക്ക്. അത് നമ്മുടെ വിസയിൽ അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ നോക്കിയിട്ട് നമ്മളത് കണ്ടുപിടിക്കുക. അതിനുശേഷം ആ നമ്പറോട് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ക്ലാസ് നമ്മൾ റെസിഡൻറ്റ് വിസ ആണെങ്കിൽ അതല്ല വിസിറ്റ് വിസ ഏതാണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ നമ്മുടെ ജെൻഡർ മെയിലോ ഫീമെയിലോ എന്നുള്ളത് ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ പേര് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് ഇംഗ്ലീഷിലും അറബിക്കിലും ടൈപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അറബിക്കിൽ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഓപ്പൺ ആക്കിയിട്ട് അതിനകത്ത് നമ്മുടെ പേര് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതുകൊണ്ട് കോപ്പി ചെയ്ത് വെക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇത് തന്നെ ചെയ്യണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ ഗൂഗിൾ അറബിക് ടൈപ്പിംഗ് ഉണ്ടെങ്കിൽ അതുവഴിയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം കൊടുക്കുക. അതിനുശേഷം പാസ്പോർട്ടിൽ നോക്കിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാദറിൻ്റെ പേര് കൊടുക്കുക. പിന്നെ നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ അറബിക്കിൽ കോപ്പി ചെയ്യുക അതിൻ്റെ താഴത്ത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് വരും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലും സെയിം ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ താഴെ അതിൻ്റെ ഇത് വരും. ഇനി അടുത്ത കോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ മദറിൻ്റെ പേരാണ്. അതും ഇതുപോലെ തന്നെ ആദ്യം അറബിക്കിലും അതുപോലെ തന്നെ പിന്നീട് ഇംഗ്ലീഷിലും കൊടുക്കുക. പിന്നെ അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ നമ്മുടെ അച്ഛൻ്റെയും പേര് അതുപോലെ തന്നെ കൊടുക്കണം. ഓക്കെ,
മദറിൻ്റെ അച്ഛൻ്റെ പേര് കേട്ടോ, സോറി. ആദ്യം മദറിൻ്റെ പേര്, പിന്നെ മദറിൻ്റെ അച്ഛൻ്റെ പേരും കൂടെ അതിനകത്ത് കൊടുക്കുക. അവിടെ നെക്സ്റ്റ് കൊടുത്താൽ നമുക്ക് നമ്മുടെ അഡ്രസ്സ് കൊടുക്കാനുള്ള കോളാണ് വരിക. ഇതിനകത്ത് ഏറ്റവും മുകളിൽ നമുക്കൊരു ലെൻസിൻ്റെ ചിത്രം കാണും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇന്ത്യ ചൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ നാഷണാലിറ്റി ആയിട്ട്. നാഷണാലിറ്റി ചേഞ്ച് ചെയ്ത ആളുകൾക്കാണെങ്കിൽ അവിടെ പ്രീവിയസ് നാഷണാലിറ്റി കൊടുക്കുക. ഇനി ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നാഷണാലിറ്റി, ഇന്ത്യൻ നാഷണാലിറ്റി കിട്ടിയ സമയം കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നെ കൊടുത്താൽ മതി. പിന്നെ വീണ്ടും ബർത്ത് ഡേറ്റ് ഉള്ളിടത്ത് വീണ്ടും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ ബർത്ത് പ്ലേസ് കൊടുക്കുക. അതുപോലെ മാരീഡ് ആണെങ്കിൽ മാരീഡ് സ്റ്റാറ്റസ് കൊടുക്കുക. പിന്നെ റിലീജിയൻ്റെ അകത്തുള്ള നമ്മുടെ ഫെയ്ത്ത് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിൻ്റെ അകത്ത് സബ് ഡിവിഷൻ ഉണ്ടെങ്കിൽ അത്. പിന്നെ നെക്സ്റ്റായിട്ട് നമ്മുടെ സെർച്ച് കൊടുത്തിട്ട് അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്താണെന്നുള്ളത് ചൂസ് ചെയ്യുക. ഫാർമസിസ്റ്റ് ആണെങ്കിൽ ഫാർമസിസ്റ്റ്, ഡെൻറ്റിസ്റ്റ് ആണെങ്കിൽ ഡെൻറ്റിസ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്പെഷ്യൽ നീഡ് ആവശ്യമുള്ള ആളാണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ അതിനുശേഷം നമ്മുടെ ജോബ് ടൈറ്റിൽ എന്നുള്ളത് ഫാർമസിസ്റ്റും അവസാനം വർക്ക് പ്ലേസ് ഇന്ത്യ എന്നുള്ളതും ചൂസ് ചെയ്യുക. അതിനുശേഷം അവിടെ നെക്സ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്രസ്സിലേക്ക് പോകും. നമുക്ക് ഇൻസൈഡ് കൺട്രി അഡ്രസ്സും അതുപോലെ തന്നെ ഔട്ട്സൈഡ് കൺട്രിയും കൊടുക്കണം. ഇൻസൈഡ് കൺട്രി നിങ്ങളിവിടെ UAE താമസിച്ചിട്ടുണ്ടായിരുന്ന സമയത്തുള്ള അഡ്രസ്സ് ഏതാണോ അത് കൊടുത്താൽ മതി. ഇവിടെ ഞാൻ അബുദാബിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ വ്യക്തിയുടേത്. അപ്പോൾ അതുകൊണ്ട് അബുദാബീൻ്റെ അകത്ത് റീജിയൻ എന്നുള്ള സിറ്റി, അതുപോലെ നമ്മുടെ സിറ്റി, റീജിയൻ, അതുപോലെ അഡ്രസ്സൊക്കെ കൊടുക്കുക. നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക, മൊബൈൽ നമ്പർ, പോസ്റ്റ് ബോക്സ് നമ്പർ, അങ്ങനെ നമ്മുടെ എല്ലാ ഡീറ്റെയിലും അതിനകത്ത് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മാക്സിമം നമ്മുടെ എല്ലാ ഡീറ്റെയിലും കറക്റ്റായിട്ട് ഇതിനകത്ത് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, ഇതില്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പേരിൽ പിന്നീട് ബുദ്ധിമുട്ട് വരും. അപ്പോൾ നമ്മൾ സ്റ്റാഫ് ഡാറ്റ ഫില്ല് ചെയ്യുന്ന പോലെ തന്നെ ഇതിനകത്തും എല്ലാ കോളവും ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ലാസ്റ്റ് ഔട്ട്സൈഡ് ദ കൺട്രിയിൽ നമ്മൾ ഇന്ത്യയിലത്തെ അഡ്രസ്സും അതുപോലെ തന്നെ കൊടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ സെർച്ച് ചെയ്യാനുള്ള ഒരു ലെൻസിൻ്റെ ചിത്രമുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇന്ത്യയിലത്തെ നമ്പറും അതുപോലെ നമ്മുടെ നാട്ടിലത്തെ അഡ്രസ്സും കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മുടെ നെക്സ്റ്റ് കൊടുത്തിട്ട് നമ്മുടെ പാസ്പോർട്ട് ഡീറ്റെയിൽ കൊടുക്കാം. അവിടെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ തെറ്റാതെ അടിച്ച് കൊടുക്കുക ആദ്യം. അതിനുശേഷം പാസ്പോർട്ട് ടൈപ്പ്, ഇപ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഉള്ളതാണെങ്കിലും ചൂസ് ചെയ്യുക. ഇപ്പോൾ ഇത് നോർമൽ പാസ്പോർട്ടാണ്, നോർമൽ ആയതുകൊണ്ട് അത് ചൂസ് ചെയ്യുന്നു. അതല്ലെങ്കിൽ നമ്മുടെ ഏതാണ് കാറ്റഗറി നമ്മൾ ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലത്തിൻ്റെ പേര്, അതായത് പബ്ലിക് അത് ഇഷ്യൂ ചെയ്തിട്ടുള്ള സ്ഥലത്തിൻ്റെ പേര് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ അറബിക്കിൽ അത് കോപ്പി ചെയ്തിട്ട് അത് പേസ്റ്റ് ചെയ്യുക ആദ്യം. അതിനുശേഷം നമ്മുടെ ഇംഗ്ലീഷിലും അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ ഇഷ്യൂ ഡേറ്റും എക്സ്പയറി ഡേറ്റും കൊടുക്കുക. അവിടെ നിന്ന് നമുക്ക് നമ്മുടെ റിലേറ്റീവിനെ ആഡ് ചെയ്യുന്നൊരു പേജാണ്. അവിടെ നമുക്ക് 1-2 റിലേറ്റീവിനെ ആഡ് ചെയ്തിടണം. അപ്പോൾ ഞാനിവിടെ ഈ പുള്ളിയുടെ ഹസ്ബൻഡിനെയും അവരുടെ പേര് അതുപോലെ അതുപോലെ തന്നെ അറബിക്കിലും ഇംഗ്ലീഷിലും നമ്മൾ ടൈപ്പ് ചെയ്യണം. അദ്ദേഹത്തിൻ്റെ ബർത്ത് ഡേറ്റ്, അതുപോലെ തന്നെ ബർത്ത് ഡേറ്റും അതുപോലെ തന്നെ ബർത്ത് പ്ലേസും കൊടുക്കുക. നാഷണാലിറ്റിയും ചൂസ് ചെയ്യുക. 1-2 പേരുടെയെങ്കിലും മിനിമം നിങ്ങളവിടെ റിലേറ്റീവിൽ ആഡ് ചെയ്തിടുക. ആഡ് ചെയ്തിട്ട് സേവ് കൊടുക്കുമ്പോൾ ഇവിടെ ഫാദർ എന്നാവും കാണിക്കുക. ഹസ്ബൻഡിൻ്റെതും അതുപോലെ കസിൻ്റെ എന്നൊക്കെ പറഞ്ഞ് സേവ് ചെയ്തിട്ടും നമ്മൾ ഫാദർ എന്ന് തന്നെ കാണിക്കുന്നത്. പക്ഷേ അത് വിഷയമില്ല, അതിൻ്റെ പേരിൽ റിജക്ഷൻ ഒന്നും വരില്ല. അത് അങ്ങനെ തന്നെ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് വരുന്നത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അവിടെ നമ്മൾ എഡ്യൂക്കേഷൻ ടൈപ്പ്, അതായത് യൂണിവേഴ്സിറ്റി, ബാച്ചിലേഴ്സ് എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടി വരിക. അത് ചൂസ് ചെയ്യുക. അതിനുശേഷം നമ്മളുടെ സ്പെസിഫിക്കേഷൻ എന്താണോ, നമ്മുടെ ഡിഗ്രി എന്താണോ എന്നുള്ളത് സ്പെഷ്യലൈസേഷൻ കൊടുക്കുക. അതിനുശേഷം എഡ്യൂക്കേഷൻ ഡേറ്റ്, അതായത് നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ദിവസം ചൂസ് ചെയ്യുക. പിന്നെ നമ്മൾ പഠിച്ച സ്ഥാപനത്തിൻ്റെ അഥവാ നമ്മളെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത്, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ളവർക്കൊക്കെ സ്വാഭാവികമായിട്ടും കുഹാസായിരിക്കും. അപ്പോൾ അത് അവിടെ ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് കൊടുക്കുക. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണിക്കും. ഇനി നമുക്ക് എക്സ്ട്രാ വല്ലതും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് വീണ്ടും അത് ആഡ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോകും. അതിനുശേഷം നമ്മുടെ പ്രീവിയസ് വർക്ക് എന്നുള്ള അടുത്ത പേജിലേക്കാണ് പോവുക. അത് ഞാൻ അങ്ങനെ അടുത്തടുത്ത് കാണിക്കുന്നില്ല. അവിടെ നമ്മൾ നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ആണ് ആഡ് ചെയ്യേണ്ടത്. ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ജോബ് എന്താണെന്നുള്ളത് അവിടെ ചൂസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ നമ്മുടെ നെയിം കൊടുക്കണം. വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ പേര് ഇതുപോലെ തന്നെ അറബിക്കിലും ഇതിലൊക്കെ കൊടുത്തിട്ട് സേവ് കൊടുത്താൽ നമുക്കിങ്ങനെ വീണ്ടും ഒരു പേജ് വരും. അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം അവിടെ നിന്ന് നെക്സ്റ്റ് കൊടുത്ത് നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും വീണ്ടും ഒന്ന് റിവ്യൂ ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് അവിടെ വരുന്നത്. അവിടെ നമ്മുടെ ഡോക്യുമെൻറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിലൊക്കെ കൊടുത്തിട്ടുള്ള കറക്റ്റായി ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം ഏറ്റവും താഴെ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ അത് പ്രിൻ്റ് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്, അത് നമ്മൾ സേവ് ചെയ്യുക. ആ ഫയലിൽ നമ്മളൊരു ബാർകോഡായിട്ട് ഫയലായിട്ട് സേവ് ചെയ്തിട്ട് ഇത് ഒരു ബാർകോഡ് പോലെ ഉണ്ടാവുക. നമ്മൾ മെയിൽ വഴിയോ അല്ലെങ്കിൽ നമുക്ക് വാട്സപ്പ് വഴിയോ നമുക്ക് സെൻഡ് ചെയ്യാം. എന്നിട്ട് അതാണ് നമ്മൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനീ കാണിച്ച ഈ തറാസുൽ നിന്നുള്ള ചോദിച്ചു കൊടുത്ത് നമ്മൾ അതിൻ്റെ ലിങ്കായിട്ട് നമ്മളിത് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്ത് ഈ തറാസുലിൻ്റെ ഫോം നമ്മൾ അപ്ലോഡ് ചെയ്തു. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തു.
അതിനുശേഷം നമ്മുടെ സ്റ്റാഫ് ഡാറ്റ ഫോം അഥവാ CID ഫോം ഒന്നും കൂടെ നമ്മൾ അതിനകത്ത് അപ്ലോഡ് ചെയ്യണം. CID ഫോം ഓൾറെഡി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡാറ്റ ഫ്ലോ ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് വീണ്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് ഒരു ഫോട്ടോ കൂടെ അറ്റാച്ച് ചെയ്തതിന് ശേഷം നമുക്ക് അതുകൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്ഷണൽ ഡോക്യുമെൻറ്റ്സ് ആണ്. ഇനിയുള്ള നമ്മുടെ കയ്യിൽ നമ്മുടെ ഇതനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വീഡിയോൻ്റെ അകത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ പുതിയ ലൈസൻസിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ്, അതോ എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി വേറൊരു ഡോക്യുമെൻ്റ് ഒന്നും ആവശ്യമില്ല. അതല്ല, നിങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങൾ അതായത് ഇപ്പോൾ ജോലീൻ്റെ അകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കരിയർ ഇത് മാറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ വിസ മാറ്റാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ അത് ആഡ് ചെയ്യേണ്ടി വരിക. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിനി അടുത്തിലേക്കാണ് പോണത് കേട്ടോ. ഇനി നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ അടുത്ത പേജിനകത്തോട്ട് വരികയാണ്. അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്യാണ്. നമ്മൾ കൊടുത്ത ഡോക്യുമെൻറ്റും കാര്യങ്ങളും അല്ലെ നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കറക്റ്റില്ലേ നമുക്ക് ഇവിടെ അവസാനമായിട്ട് നമുക്കൊന്നും കൂടെ വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണത്. എല്ലാം വളരെ വ്യക്തമായിട്ട് നോക്കുക. അപ്പോൾ എന്തെങ്കിലും തെറ്റിക്കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അത് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും അത് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം മാത്രം അടുത്തതിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി എഗ്രി കൊടുക്കാൻ നോക്കുമ്പോൾ എഗ്രി ആവില്ല. അതുമൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് വായിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം അത് നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. നമ്മുടെ ഈ കൊടുത്തിട്ടുള്ളതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ കറക്റ്റ് വായിച്ച് നോക്കി മനസ്സിലാക്കണം എന്നുള്ളതുകൊണ്ടാണ് അവരതവിടെ അത് വായിക്കുന്നതിന് മുമ്പ് നമുക്കതിനകത്ത് ആ ടിക്ക് ബോക്സ് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വായിച്ചതിന് ശേഷം അത് നമ്മൾ ഓക്കെ കൊടുത്തിട്ട് നെക്സ്റ്റ് കൊടുക്കാം. കുറച്ച് സ്ലോ ആണ്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ പേയ്മെൻറ്റാണ് പറയണത്. 100 ദിർഹംസ് ആണ് അതിൻ്റെ പേയ്മെൻറ്റായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പേയ്മെൻറ്റിലേക്ക് പേ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ പേയ്മെൻറ്റിന് മൊത്തം 3 ദിർഹംസ് ഇതടക്കം 103 ദിർഹംസാണ് മൊത്തം പേ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നു. അപ്പോൾ നമുക്കവിടെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ സാംസങ് പേയോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ഏത് വേണം നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്കതനുസരിച്ച് പേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഇതാണ് ക്രെഡൻഷ്യലിൻ്റെ സ്റ്റെപ്പുകൾ. ഇതോടുകൂടി നമുക്ക് ക്രെഡൻഷ്യൽ കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് സ്റ്റേജാണ്. പേയ്മെൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല, കാര്യം അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. സാധാരണ പോലെ തന്നെ പേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ശരി, അടുത്ത പാർട്ടായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.